നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം അതിരൂക്ഷമായാണ് പലയിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കോവിഡ് വ്യാപനം തടയണമെങ്കിൽ തന്നെ വാക്സിൻ മാത്രമാണ് ഏക ആശ്രയം. ഇത്തരത്തിൽ വാക്സിൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പലവിധ നടപടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിച്ചു പോരുന്നത്. കുവൈറ്റിന് പിന്നാലെ ഇപ്പോഴിതാ സൗദിയും അത്തരമൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തില്ലെങ്കിൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുവാൻ സാധിക്കില്ല എന്ന നടപടിയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ സ്വകാര്യ പൊതുമേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്വദേശികളും വിദേശികളും വാക്സിൻ സ്വീകരിക്കണമെന്ന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ആവശ്യപ്പെടുകയുണ്ടായി. വാക്സിൻ എടുക്കാത്തവർക്ക് തൊഴിലിടങ്ങളിൽ പ്രവേശനം നൽകില്ല. ഈ നിബന്ധന എന്നു മുതൽ നടപ്പാകുമെന്ന് പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. എല്ലാവരും വാക്സിൻ എടുക്കാൻ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരണമെന്നും കോവിഡിനെ പ്രതിരോധിക്കാനുള്ള രാജ്യത്തിന്റെ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ചെറിയ പെരുന്നാൾ അവധിക്ക് ശേഷം പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസുകളിൽ വാക്സിനേഷൻ സ്വീകരിക്കാത്തവർക്ക് പ്രവേശനം നൽകില്ലെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ സിനിമാ തിയേറ്ററുകളിൽ പ്രവേശിക്കാനും കുവൈറ്റിന് പുറത്തേക്ക് യാത്ര ചെയ്യാനും പോലും വാക്സിൻ എടുക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരത്തിൽ വാക്സിൻ എടുത്തവർക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കുവൈറ്റിലെ വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തെ പ്രധാന വാക്സിനേഷൻ കേന്ദ്രമായ മിഷ്രിഫ് ഗ്രൗണ്ടിൽ ആയിരങ്ങളാണ് വാക്സിൻ എടുക്കാനായി കാത്തു നിൽക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്ന് 22,000-ലേറെ പേർ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിലെ കോവിഡ് സുപ്രീം അഡ്വൈസറി കമ്മിറ്റി തലവൻ ഡോക്ടർ ഖാലിദ് അൽ ജാറല്ല വ്യക്തമാക്കി. രാജ്യത്ത് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുകയായിരുന്നു. ഇതുകൂടാതെ മെയ് 22 മുതൽ കുവൈറ്റുകൾക്കും ബന്ധുക്കൾക്കും രാജ്യത്തിന് പുറത്തു പോകണമെങ്കിൽ വാക്സിൻ എടുത്തവരായിരിക്കണമെന്ന നിബന്ധനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് കുവൈറ്റ് അധികൃതർ അറിയിച്ചു. നിബന്ധന പിൻവലിച്ചെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്നും സെന്റർ ഫോർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ വ്യക്തമാക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യത്തേക്ക് എത്തുന്നവരും പോകുന്നവരുമായ മുഴുവൻ യാത്രക്കാരും കോവിഡ് നിയന്ത്രണങ്ങളും ആരോഗ്യചട്ടങ്ങളും കൃത്യമായി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വാക്സിൻ എടുത്തവർക്ക് മെയ് 22 മുതൽ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ തടസ്സമില്ലെന്നും കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിക്കുകയും ചെയ്തു. വാക്സിൻ എടുക്കാത്തവർ അന്നു മുതൽ യാത്ര ചെയ്യുന്നതിന് വിലക്ക് വരുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.